പ്രിയ സുഹൃത്തുക്കളെ, നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട സ്വർഗീയവാസികളായ നക്ഷത്രങ്ങൾ നിഷ്കളങ്കരായ പശുക്കുട്ടികളുടെ മേൽ ബലമായി കയറി ആനകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ പോലുള്ള സങ്കര ജീവികളെ ജനിപ്പിക്കുന്നതായിരുന്നു. ചില കാളുകൾ പ്രതിഷേധിച്ചതിനാൽ അവയൊക്കെയും കൊന്നെടുക്കുവാൻ ശ്രമിക്കുന്നതും ഈ ദൃശ്യങ്ങൾ കണ്ട ഭൂലോക നിവാസികൾ ഭയത്താൽ വിറച്ചു നിൽക്കുന്നതും കണ്ടുകൊണ്ടാണല്ലോ നാം കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. ഇവിടെ നിന്നുമാണ് നാം അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നത്. അധ്യായം 87. പിന്നെയും ഞാൻ അവരെ കണ്ടു. അവരെ, അതായത് ഭൂമിയിലേക്ക് എറിയപ്പെട്ട ദൂതന്മാരെ. അവർ കൊമ്പുകൾ കോർത്ത് അതിനാൽ കുത്തി അന്യോന്യം മുറിവേൽപ്പിക്കുവാൻ തുടങ്ങി. അവർ അന്യോന്യം കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ഭൂമി നിലവിളിക്കുവാൻ തുടങ്ങി. ഞാൻ വീണ്ടും സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ ദർശനത്തിൽ കണ്ടത്, അതാ സ്വർഗത്തിൽ നിന്ന് വെളുത്ത മനുഷ്യരെ പോലുള്ള 4 പേർ വരുന്നു. ഒന്നിനു പുറകെ ഒന്നായി മറ്റു 3 പേരും. അവസാനം വന്ന ആ 3 പേരും കൂടി എൻ്റെ കൈ പിടിച്ച് ഭൂമിയുടെ തലമുറകളിൽ ഒന്നിൽ നിന്നും ഉയർന്ന സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തി ഭൂമിക്ക് മുകളിൽ ഒരു ഉയർന്ന ഗോപുരം കാണിച്ചു തന്നു. എല്ലാ കുന്നുകളും അതിനേക്കാൾ താഴെയായിരുന്നു. ഈ 7 സ്വർഗവാസികൾ ആരാണ്? എന്താണ് അവരുടെ വരവിന്റെ ഉദ്ദേശം? ഇതറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. അവർ പ്രധാന ദൂതന്മാരാണ്. രണ്ടാമതായി, വെള്ള മനുഷ്യരെ പോലെ തോന്നിക്കുന്നവരായിരുന്നു അവർ. വിശുദ്ധി, നീതി, സ്വർഗീയ ഉത്ഭവം എന്നിവയെ സൂചിപ്പിക്കാൻ ഈനോക്കിന്റെ ബുക്കുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മക പദപ്രയോഗമാണ് വെള്ള നിറം. മൂന്നാമതായി, എന്തായിരുന്നു അവരുടെ വരവിന്റെ ഉദ്ദേശം? 2 ഗ്രൂപ്പായിട്ടാണ് അവർ എത്തുന്നത്. 4 പേർ അടങ്ങിയ ആദ്യ ഗ്രൂപ്പിന്റെ ഉദ്ദേശം ദിവ്യ നീതി നടപ്പാക്കൽ, ദൈവിക ക്രമത്തെ മാറ്റിമറിച്ച് ഹൈബ്രിഡിന്റെ വിഭവത്തെ നശിപ്പിച്ച് ഭൂമിയെ ശുദ്ധമാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ആ 4 പേർക്ക് ശേഷം ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് വരുന്ന 3 പേർ അടങ്ങിയ ഗ്രൂപ്പിന്റെ ഉദ്ദേശം ആരോഹണം, വെളിപ്പാട്, പ്രാരംഭ ശിക്ഷണത്തിന്റെ ആരംഭം കുറിക്കൽ ഇവയാണെന്ന് ഈനോക്കിനെ ഉയർത്തി ആ ഉയർന്ന ഭൂപരിതലത്തെ കാണിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ ഭൂമിയിലേക്കുള്ള ഇറങ്ങിവരവ്, അതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കുവാൻ കഴിയുക? ദൈവീക ക്രമം പുനഃസ്ഥാപിക്കുവാനായി ദൈവീക വിധി ഭൂമിയിൽ നടപ്പിലാക്കാനുള്ള അധികാരമുള്ളവരാണവർ എന്നല്ലേ? ഇത് ബൈബിളിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വെളിപ്പാടിലും പ്രതിധ്വനിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഒന്നാമതായി, സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന 7 സ്വർഗവാസികളെ നമുക്ക് എടുക്കാം. ഇത് ഈനോക്കിന്റെ ബുക്കിൽ 7 മഹാദൂതന്മാരായ മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ, ഉറിയേൽ, സരിയേൽ, രഘുവേൽ, റിമിയേൽ ഇവരാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവീക സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന 7 ആത്മാക്കളെ പലരും ഈ ദൂതന്മാരായും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത്യുന്നതന്റെ ആജ്ഞകൾ ഭൂമിയിൽ നടപ്പാക്കലാക്കുന്ന വാച്ചേഴ്സായും വ്യാഖ്യാനിക്കുന്നു. പ്രത്യേകിച്ച് നെബൂഖദ്നേസറിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനെ ഇവരിൽ ഒരാളായി കണക്കാക്കുന്നു. രണ്ടാമതായി, പ്രവചനപരമായ ഉയർച്ച. 3 മഹാദൂതന്മാർ ഉയർന്ന സ്ഥാനത്തേക്ക് ഈനോക്കിനെ ഉയർത്തി ദൈവീക ദർശനത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ വെളിപ്പാടിൽ ആത്മാവിൽ യോഹന്നാൻ ഉയർത്തപ്പെടുന്നു. ദാനിയേലോ രാത്രിയിൽ ദൈവീക ദർശനങ്ങളിലൂടെ ദൈവിക സിംഹാസനവും പ്രവചനവും കാണുന്നു.
മൂന്നാമതായി ലോകവുമായുള്ള ബന്ധം. ഈനോക്കിന്റെ ബുക്കിൽ ഈനോക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് നക്ഷത്രങ്ങളോടും ഉയർന്ന ഗോപുരവുമായാണെങ്കിൽ വെളിപ്പാടിൽ യോഹന്നാൻ കാഹളം, കലശം, മൃഗങ്ങളുടെ വിധിവിയാലും ദാനിയേലിനെ സിംഹാസനങ്ങൾ സ്ഥാപിക്കപ്പെട്ട അതിലൂടെ മൃഗവിധിയാലും ആണ് ഈ ലോകവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 87:4 ഈ ആനകൾക്കും ഒട്ടകങ്ങൾക്കും കഴുതകൾക്കും എല്ലാ കാളകൾക്കും സംഭവിക്കുവാൻ പോകുന്നതെല്ലാം നീ കണ്ടു തീരുന്നത് വരെ ഇവിടെ നിൽക്കുക. അധ്യായം 88. അവരിൽ ഒരുവൻ തൻ്റെ വാൾ ഊരി ആ ആനകൾക്കും ഒട്ടകങ്ങൾക്കും കഴുതകൾക്കും കൊടുത്തു. അവ പരസ്പരം അടിക്കുവാൻ തുടങ്ങി. അവയുടെ ഏറ്റുമുട്ടൽ കാരണം ഭൂമി കുലുങ്ങി. ആരാണ് ഇതിൽ പറയുന്ന അവൻ? വിധി നടപ്പിലാക്കി ഭൂമിയെ ശുദ്ധീകരിക്കുവാനായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന 4 കെരൂബുകളുടെ ആദ്യ സംഘത്തിന്റെ നേതാവ് ഗബ്രിയേൽ മാലാഖയാണെന്ന് ഈനോക്കിന്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. അതിനാൽ തന്നെ ഇത് ഗബ്രിയേൽ മാലാഖ ആകുവാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് ഗബ്രിയേൽ തൻ്റെ വാൾ പുതിയ സങ്കരജീവികൾക്കായി കൊടുത്തത്? കാരണം അവരുടെ ഉത്ഭവം ദൈവിക ക്രമത്തിന് വിപരീതമായിരുന്നു. അവർ തമ്മിൽ തല്ലി നശിക്കുവാൻ വേണ്ടി തന്നെയാണ് ആ വാൾ അവർക്ക് നൽകിയത്, അല്ലാതെ അവരെ ശക്തിപ്പെടുത്തുവാൻ അല്ലായിരുന്നു. അവരുടെ ഏറ്റുമുട്ടലിനാൽ ഭൂമി കുലുങ്ങി എന്നത് ഭൗമികമല്ലാത്ത സംഭവങ്ങളാണ് ഒക്കെയും നടന്നത് എന്ന് കാണിക്കുന്നു. സാധാരണയായുള്ള ഒരു യുദ്ധമായിരുന്നില്ല അത്. 88:2 ഞാൻ നോക്കിയപ്പോൾ ആ ദർശനത്തിൽ ഞാൻ കണ്ടത്, പുറത്തേക്ക് വന്ന ആ 4 പേരിൽ ഒരാൾ ഒരു ചരട് താഴേക്ക് എറിഞ്ഞു. വലിയ നക്ഷത്രങ്ങളെല്ലാം അതിൽ ശേഖരിച്ചു. കുതിരകളുടെ സ്വകാര്യ ഭാഗങ്ങൾ പോലെ സ്വകാര്യ ഭാഗങ്ങൾ ഉണ്ടായിരുന്ന വലിയ നക്ഷത്രങ്ങളെല്ലാം ശേഖരിച്ചെടുത്തു. അവയെല്ലാം അവരുടെ കൈകളും കാലുകളും കൊണ്ട് ബന്ധിപ്പിച്ച് ഭൂമിയുടെ അഗാധമായ ഒരു പിളർപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് എറിയപ്പെട്ട ചരട്. ഇത് സൂചിപ്പിക്കുന്നത് ദൈവിക ഇടപെടലിനെ, ദൈവിക ക്രമത്തിന് ഭൂമിയിലെ കുഴപ്പങ്ങൾ കാരണമാകുമ്പോൾ ഭൂമിയെ തൻ്റെ ആദിമ അവസ്ഥയിലേക്ക് മാറ്റാൻ അവർക്കിടയിൽ ദൈവം വരച്ച അതിർത്തിയാണത്. പുനഃസ്ഥാപനത്തിനായുള്ള ആദ്യ ശിക്ഷാ നടപടിയാണത്. അന്ത്യവിധിക്കായി അവരെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു. അധ്യായം 89. ആദ്യം പുറത്തു വന്ന 4 പേരിൽ ഒരാൾ സ്വർഗത്തിൽ നിന്ന് വീണ ആദ്യ നക്ഷത്രത്തെ പിടിക്കുന്നതും കൈകളും കാലുകളും കൊണ്ട് ബന്ധിച്ചതിനെ ഒരു അഗാധത്തിലേക്ക് വലിച്ചെറിയുന്നതും ഞാൻ കണ്ടു. ആ അഗാധം ഇടുങ്ങിയതും ആഴമേറിയതും ഭയാനകവും ഇരുണ്ടതുമായിരുന്നു. ആദ്യം വന്ന നക്ഷത്രം അതാരാണ്? ഈനോക്ക് 89-ലെ ആദ്യ നക്ഷത്രം വീണുപോയ വാച്ചേഴ്സ്മാരുടെ തലവനായി ഈനോക്കിന്റെ 1-ാം പുസ്തകമായ വാച്ചേഴ്സിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന അസസേലാണ്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ദർശനത്തിൽ ആദ്യ ഗ്രൂപ്പിന്റെ ആഗമനത്തെ മൊത്തത്തിൽ വിവരിക്കുകയും പിന്നീട് അവന്റെ അതുല്യമായ ശിക്ഷ എടുത്തു കാണിക്കുകയും ചെയ്യുകയാണ്. അതിനാൽ അവനെ നേരത്തെ പ്രത്യേകം ഇതിൽ പരാമർശിച്ചിട്ടില്ല. 89:2 ആ 4 പേരിൽ ഒരാൾ ഒരു വെളുത്ത കാളയുടെ അടുത്തേക്ക് പോയി അതിനോടൊരു രഹസ്യം പറഞ്ഞു. അത് കേട്ടതും ആ കാള ഭയന്നു വിറച്ചു. അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട കാളയായി ജനിച്ചുവെങ്കിലും അതൊരു മനുഷ്യനായി തീർന്നു സ്വയം ഒരു വലിയ കപ്പലുണ്ടാക്കി അതിൽ വസിച്ചു. ഇത് ബൈബിളിലെ ലാമേക്കിന്റെ മകൻ നോഹയെയാണോ സൂചിപ്പിക്കുന്നത്?
മുതുമുത്തച്ഛനായ ഈനോക്ക് 3 തലമുറകൾക്ക് മുൻപ് തന്നെ തന്റെ കൊച്ചുമകന്റെ ജനനത്തെക്കുറിച്ച് ദർശനം കണ്ടതാണോ? ഈനോക്ക് കണ്ട ദർശനത്തിലെ വെളുത്ത കാളയുടെ രൂപാന്തരത്തിന്റെ രഹസ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി 89:2 നിന്നുള്ള ഈ ഭാഗം വെളുത്ത തിരഞ്ഞെടുക്കപ്പെട്ട കാള പ്രതീകാത്മകമായി വിശുദ്ധിയെയും പദവിയെയും ലോകം ദുഷിച്ച ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ജനിച്ചുവെങ്കിലും ദൈവിക പ്രീതിക്ക് അർഹനായിരുന്ന നോഹയെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമതായി ഒരു രഹസ്യം പഠിപ്പിച്ചു എന്നത് ദിവ്യ വെളിപ്പെടുത്തലിനെ സൂചിപ്പിക്കുന്നു. വരാനിരിക്കുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള അറിവും പെട്ടകം പണിയാനുള്ള നിർദ്ദേശങ്ങളും ആയിരിക്കാം അത്. മൂന്നാമതായി വിറയൽ. ഈ വെളിപ്പെടുത്തൽ ലഭിച്ചതിലൂടെ നോഹയ്ക്കുണ്ടായ വിസ്മയമോ ഭയമോ ഒക്കെ ആകാം അവൻ വിറച്ചു എന്ന വാക്ക് പ്രതിനിധീകരിക്കുന്നത്. നാലാമതായി മനുഷ്യനിലേക്കുള്ള കാളയുടെ പരിവർത്തനം. ആത്മീയ ഉയർച്ചയെയോ ദൈവിക ദൗത്യത്തിനായുള്ള നോഹയുടെ സന്നദ്ധതയോ ഇത് പ്രതീകപ്പെടുത്തുന്നു. അഞ്ചാമതായി ഒരു വലിയ കപ്പൽ പണിതതിൽ പാർത്തു എന്നത് പ്രളയകാലത്ത് അഭയസ്ഥാനമായ നോഹയുടെ പെട്ടകത്തിലേക്ക് വ്യക്തമായി വിരൽ ചൂണ്ടുന്നു. വീഡിയോ നീണ്ടുപോകുന്നതിനാൽ തൽക്കാലം നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കേണ്ട. താങ്ക് യു.